ഹലോ എവരി വൺ. ഇന്നൊരു സൺഡേ ആണ്. അപ്പം ഞാൻ ഇന്ന് സൂക്ഷ്മദർശിനി മൂവിക്ക് പോകാമെന്ന് വിചാരിച്ചു. ഒറ്റയ്ക്കാണ് പോകുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒറ്റയ്ക്ക് മൂവിക്ക് പോണത്. എപ്പോഴും ഒന്നല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ കൂടെ, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ, അല്ലെങ്കിൽ ചേച്ചിയുടെ കൂടെ, അങ്ങനെയാണ് പോകാറ്. അപ്പോൾ ഐ ഓൾവേസ് വാണ്ടഡ് ടു ഗോ അലോൺ ഫോർ എ മൂവി. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ടിക്കറ്റ് നോക്കിയപ്പോൾ അവൈലബിൾ ഒന്നും അല്ലായിരുന്നു. ബട്ട് ദെൻ ഐ തോട്ട് ലെറ്റ് മീ ഡൂ ദിസ്. എനിക്ക് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങാനും പുറത്തു പോകാനൊക്കെ നല്ല മടിയാണ്. ബിക്കോസ് ഇവിടെ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി നമുക്ക് ബസ് കിട്ടണമെങ്കിൽ 1 കിലോമീറ്റർ നടക്കണം. അപ്പോൾ മോസ്റ്റ്ലി ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ നേരെ പോകുന്നത് വീട്ടിൽ പോകാനായിരിക്കും. പുറത്തേക്ക് ഇറങ്ങാറില്ല അധികം. അപ്പോൾ ഇന്ന് ഐ തോട്ട് ലെറ്റ് മീ ഗോ. അപ്പോൾ ഐ എം ടേക്കിംഗ് മൈ സെൽഫ് ഫോർ എ മൂവി. അപ്പോൾ ടുഡേയ്സ് വ്ളോഗ് വിൽ ബി എ മൂവി ഡേറ്റ് വിത്ത് മീ അല്ലേ. ഓക്കെ, അപ്പോൾ ഞാൻ സൂക്ഷ്മദർശിനിക്ക് പോവാണ്. എനിക്ക് പോകുന്ന വഴിക്ക് മസാല ദോശ കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഇഫ് ടൈം അലൗസ് ഐ വിൽ ഡു ദാറ്റ്. അപ്പോൾ ഞാൻ ആ വിഷ്വൽസ് കാണിക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ നമ്മൾ ഔട്ട് പാസ് എടുക്കണം. 8:30 വരെയാണ് പുറത്ത് പോകാനുള്ള ടൈം. 8:30-ക്കാണ് കർഫ്യൂ. സൺഡേ ആയതുകൊണ്ട് ആരും ഇല്ല. ഇതാണ് ഞാൻ പറഞ്ഞ 1 കിലോമീറ്റർ നടക്കാനുള്ള വഴി. ഞാൻ ഓട്ടോ കിട്ടുമെന്ന് നോക്കി, പക്ഷേ ഐ വാസ് അൺലക്കി. ഓട്ടോ ഒന്നും കിട്ടിയില്ല. ഓട്ടോയിലൊക്കെ ആളുകളാണ്. അപ്പോൾ ഞാൻ നടക്കാം. അങ്ങനെ ബസ് സ്റ്റോപ്പിൽ നിന്ന് എനിക്ക് ബസ് കിട്ടി. വൈറ്റ് ആൻഡ് ബ്ലൂ KSRTC ആണ് കിട്ടിയത്. എനിക്ക് റെഡ് ഇലക്ട്രിക് ബസ്സാണ് ഇഷ്ടം, പക്ഷെ എനിക്കിതാ കിട്ടിയത്. 23 രൂപയാണ് ലുലു മോളിലേക്കുള്ള ടിക്കറ്റ് ഫെയർ. കുറച്ച് കഴിഞ്ഞപ്പോൾ സൈഡ് സീറ്റ് ഫ്രീ ആയപ്പോൾ ഞാൻ അങ്ങോട്ടിരുന്നു. അങ്ങനെ ലുലു എത്തിയപ്പോൾ 12:50 ആയി. അപ്പോൾ ഇനി കറക്റ്റ് തിയേറ്ററിലേക്ക് കയറാനുള്ള ടൈമേ ഉള്ളൂ. അപ്പോൾ ഞാൻ വേഗം പോയി മുകളിൽ ഫുഡ് കോർട്ടിൽ പോയിരുന്ന് ഞാൻ വാങ്ങിയ കട്ട്ലറ്റ് കഴിക്കാം എന്നാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ ഫുഡ് കോർട്ട് പോയി കട്ട്ലറ്റും ഞാൻ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല, വെള്ളം വാങ്ങി. അപ്പോൾ ഞാൻ വെള്ളവും കട്ട്ലറ്റും പെട്ടെന്ന് കഴിച്ചിട്ട് വേഗം തിയേറ്ററിലേക്ക് പോയി. Audi 7-ലായിരുന്നു എൻ്റെ മൂവി സ്ക്രീനിങ്. അപ്പം ഞാൻ അങ്ങോട്ട് കയറിയപ്പോൾ എൻ്റെ ബാഗിലൊരു മിൽക്കി ബാർ ഉണ്ടായിരുന്നു. അവരത് കണ്ടില്ല. അതുകൊണ്ട് മിൽക്കി ബാർ എനിക്ക് ഉള്ളിലേക്ക് കയറ്റാൻ പറ്റി. അപ്പോൾ എൻ്റെ സീറ്റ് താഴത്തെ റൂമിലെ ഒരു സീറ്റായിരുന്നു, B8 എന്തോ. അപ്പോൾ ഇതാണ് എൻ്റെ മിൽക്കി ബാർ. ഇപ്പോൾ മൂവിയുടെ ഇൻ്റർവെല്ലാണ്. ഞാൻ മസാല ദോശ കഴിക്കണമെന്ന് വിചാരിച്ചൊന്നും നടന്നില്ല. ബിക്കോസ് കറക്റ്റ് ടൈമായിരുന്നു. പിന്നെ ഞാൻ 1 മണിക്ക് കയറിയിട്ട് 15 മിനിറ്റ് പരസ്യമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കഴിച്ചിട്ട് കയറിയാൽ മതിയായിരുന്നു. എനിവേസ് ഇപ്പം ഞാൻ ഇൻ്റർവെല്ലിൽ ഈ സോഫയിൽ വന്നിരിക്കുകയാണ്. നല്ല രസമുണ്ട് ഇവിടെ ഇരിക്കുകയാണ്. മൂവി കഴിഞ്ഞു ഞാൻ ഇറങ്ങി. മൂവി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നസ്രിയുടെയും ബേസിലിൻ്റെയും ബാക്കി എല്ലാ കാസ്റ്റിൻ്റെയും ആക്ടിങ് ആണെങ്കിലും പ്ലോട്ടാണെങ്കിലും ഒക്കെ ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ ഇനി നേരെ പോകുന്നത് ഹൈപ്പർ മാർക്കറ്റിലേക്കാണ്. ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് എനിക്ക് കുറച്ച് സാധനം വാങ്ങാനുണ്ട്. അവിടെ ചെന്നപ്പോൾ ക്രിസ്മസ് ഡെക്കോസൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഈ ടേസ്റ്റി നീബിൾസിൻ്റെ അച്ചാർ ഞാൻ നോക്കി, പക്ഷെ ഞാൻ അറ്റ്ലാസ് ഫിഷ് പിക്കിളാണ് എടുത്തത്. അപ്പോൾ ഇതൊക്കെ ഞാൻ വാങ്ങിയ സാധനങ്ങൾ. അത് കഴിഞ്ഞ് ഞാൻ ക്യാപിറ്റലോ മന്തിയിലേക്ക് പോയി. അവിടെ നിന്ന് ഞാൻ ക്വാർട്ടർ അൽഫാം മന്തിയാണ് ഓർഡർ ചെയ്തത്. കുറേ നേരം എടുത്തിട്ടാണ് ഫുഡ് വന്നത്, എന്തുകൊണ്ടാണെന്നറിയില്ല. എനിവേസ് ഫുഡ് ആവറേജ് ഓക്കെ ആയിരുന്നു. അങ്ങനെ ഞാൻ തിരിച്ച് ഊബർ വിളിച്ച് ഹോസ്റ്റലിലേക്ക് വന്നു. ഹായ്, സോ ഐ എം ബാക്ക് ആഫ്റ്റർ മൂവി, ഗ്രോസറി ഷോപ്പിംഗ്. ഓക്കെ, ഇപ്പം ഞാൻ രാവിലെ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ പ്ലാൻ ഇറങ്ങുന്നു, മസാല ദോശ കഴിക്കുന്നു, തിയേറ്ററിൽ പോകുന്നു, സിനിമ കാണുന്നു, ഗ്രോസറി ഷോപ്പിംഗ് ചെയ്യുന്നു, തിരിച്ചു വരുന്നു. ഇതായിരുന്നു. പക്ഷേ ഞാൻ ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ 11:45. 1 മണിക്കായിരുന്നു എൻ്റെ ഷോ ലുലുവിൽ. എൻ്റെ ഷോ അല്ല, സിനിമ ലുലുവിൽ. അപ്പോൾ നടക്കുന്ന വഴിക്ക് എനിക്ക് ഓട്ടോ കിട്ടിയില്ല, നിങ്ങൾ കണ്ടതായിരുന്നല്ലോ. അപ്പം ഞാൻ നടന്ന് അവിടെ എത്തിയപ്പോഴേക്കും കുറച്ച് ലേറ്റായി. അപ്പം എനിക്ക് മനസ്സിലായി ഞാൻ എന്തായാലും ലുലുവിൽ കറക്റ്റ് 1 മണിയാകുമ്പോഴേക്കേ എത്തുള്ളൂ. അത് കാരണം ഞാൻ അവിടെ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒരു ബേക്കറിയിൽ നിന്ന് കട്ട്ലറ്റ് വാങ്ങിയിട്ടാണ് പോയത്. അപ്പം ഞാൻ കറക്റ്റ് 12:50 ലുലുവിലെത്തി. ലുലു നല്ല ക്രൗഡഡ് ആയിരുന്നു. സൺഡേ ആയതുകൊണ്ട് എല്ലാവരും പുറത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ ഇരുന്ന് 12:55 സമയത്ത് കട്ട്ലറ്റ് കഴിച്ചു, വെള്ളം വാങ്ങിയിട്ടുണ്ടായിരുന്നു. വെള്ളം കുടിച്ച് ഞാൻ തിയേറ്ററിൽ കയറി. അപ്പോൾ എൻ്റെ ഈ ബാഗിൽ ഞാൻ മിൽക്കി ബാർ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് രാവിലെ വാങ്ങിയതാണ്, കഴിക്കാൻ ഓൺ ദ വേയോ എപ്പോഴെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച്. തിയേറ്ററിലേക്കാണ് പോകുന്നത്, അപ്പോൾ അവരതെടുത്ത് പുറത്ത് വയ്ക്കുമ്പോൾ ഞാൻ അപ്പോൾ ഓർത്തില്ല. അപ്പോൾ ഇത് ബാഗ് ചെക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു, ഇത് 20 രൂപ പോയി, മിൽക്കി ബാർ വാങ്ങണ്ടായിരുന്നു എന്നൊക്കെ തോന്നി. പക്ഷെ ഞാൻ ബാഗ് ഓപ്പൺ ചെയ്ത് കാണിച്ചിട്ട് അവർ എൻ്റെ മിൽക്കി ബാർ കണ്ടില്ല. സോ ഐ കുഡ് സ്നീക്ക് ഇൻ മിൽക്കി ബാർ എടുത്തത് തിയേറ്റർ. അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര ഹാപ്പിനെസ് ഉണ്ട്. PVR സാധനങ്ങൾ സ്നീക്ക് ഇൻ ചെയ്ത് കൊണ്ടുപോകുന്നതൊക്കെ നമ്മൾ വീഡിയോസ് കാണാറുണ്ടല്ലോ. ഞാൻ ആക്സിഡൻ്റലി സ്നീക്ക് ഇൻ ചെയ്തതാണ്, മനഃപൂർവ്വം ചെയ്തതല്ല. സോ അങ്ങനെ ഉണ്ടായി. അത് കഴിഞ്ഞ് മൂവി വാസ് നൈസ്. മൂവി കണ്ടു കഴിഞ്ഞ് ഞാൻ ഇറങ്ങി. അപ്പോൾ രാവിലെ അല്ല, ഉച്ചയ്ക്ക് സിനിമ കാണുന്നതിന് മുന്നേ കഴിക്കണം എന്ന് വിചാരിച്ച മസാല ദോശ കഴിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ ഗ്രോസറി ഷോപ്പിങ്ങിന് പോയി. മുട്ട അങ്ങനെ കുറച്ച് അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിയപ്പോഴേക്കും 5 മണിയായി. അപ്പം
എനിക്ക് മസാല ദോശ പോരാ, രാവിലെ തൊട്ട് നമ്മളൊന്നും കഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ എനിക്ക് എന്തെങ്കിലും നല്ലത് വേണം എന്നുണ്ട്. അപ്പോൾ ഞാൻ ക്യാപിറ്റലോ മന്തി ഹൗസ് കണ്ടു. ഞാൻ അവിടെ പോയി മന്തി കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അവിടെ പോയിട്ട് ക്വാർട്ടർ അൽഫാം മന്തി കഴിച്ചു. ഞാൻ അവിടെ ഒറ്റയ്ക്ക് ഡൈൻ ചെയ്യുമ്പോൾ ആദ്യം തന്നെ വെയിറ്റർ വന്നിട്ട് എന്നോട് ഹാഫ് മന്തി അല്ലേ, ഇല്ല കൂടെ ആരുമില്ല, എനിക്ക് ക്വാർട്ടർ മതി എന്ന് പറഞ്ഞു. സോ നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് പുറത്തു പോകുമ്പോൾ എവറിബഡി എക്സ്പെക്ട് ഓക്കെ, എസ്പെഷ്യലി ഹോട്ടലിൽ പോയി നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ മെയിൻലി കുറേ നേരം എൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടെന്ന് വിചാരിച്ചാൽ അയാൾ ഓർഡർ എടുക്കാൻ വന്നില്ല. അത് കഴിഞ്ഞ് ഓർഡർ എടുക്കാൻ വന്നപ്പം ഇനി എങ്ങാനും വന്നാലോ എന്നുള്ള ഹോപ്പാണ്. നമ്മളെപ്പോഴും ഒറ്റയ്ക്ക് ഡൈനിങ് ചെയ്യാൻ പോവില്ല എന്നുള്ളൊരു തോട്ടാണ് ഹോട്ടലിലെ റെസ്റ്റോറൻറ്റിലുള്ള ആൾക്കാർക്ക്, ഐ തിങ്ക് സോ. എനിവേസ് എന്നിട്ട് ഐ കെയിം ബാക്ക്. ഇപ്പോൾ ബസ് സ്റ്റോപ്പിൽ പോയപ്പോൾ ബസ് സ്റ്റോപ്പിൽ നല്ല തിരക്കായിരുന്നു. ഇപ്പം എൻ്റെ കയ്യിലാണെങ്കിൽ ഗ്രോസറി ഉണ്ട്. ഗ്രോസറി വെച്ച് ബസ്സിൽ തിരക്കി നിന്ന് വരാനുള്ള സ്കില്ലൊന്നും എനിക്കില്ല. ഞാൻ ഊബർ വിളിച്ചു, ഊബറിൽ വന്നു. പിന്നെ മൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബ്രേക്കിംഗ് ബാഡ് കണ്ടവർക്ക് അറിയാം ബ്രേക്കിംഗ് ബാഡിൽ ഏത് സീനും ഏത് സെക്ഷനുമാണ് കോപ്പി പേസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന്. ഇറ്റ് വാസ് നൈസ്. നമുക്ക് മലയാളം മൂവിയിൽ അങ്ങനെ ഒന്ന് കാണാൻ പറ്റുന്ന ഇറ്റ് ഇസ് നൈസ്. പിന്നെ എനിക്ക് മെറിറ്റായിട്ട് പറയാനുള്ളത് ഫീമെയിൽ ക്യാരക്ടേഴ്സിലൂടെയാണ് മൂവി പോകുന്നതെങ്കിലും അതൊരു ഡിമെറിറ്റ് അല്ല. പക്ഷെ യൂഷ്വലി ഫീമെയിൽ സെൻട്രിക് മൂവീസ് വരുമ്പോൾ കുറച്ച് ഓവറാക്കുന്ന പോലെയൊക്കെ തോന്നാറില്ല. ഇത് ഭയങ്കര സട്ടിലായി എങ്ങനെയാണോ റിയൽ ലൈഫിൽ ഒരു ഫീമെയിൽ ക്യാരക്ടറിൻ്റെ പ്രതികരണം ഉണ്ടാവുക അതുപോലെ തന്നെ ചെയ്ത് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഐ ലൈക്ക് ദ മൂവി വെരി മച്ച്. ഇപ്പോൾ ബ്രേക്കിംഗ് ബാഡിൽ ഈ സീനാണ് അതിൽ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണിച്ചുകൊണ്ടേയിരിക്കുന്നതായിരുന്നു ബിഗിനിങ്ങിലൊക്കെ. അപ്പോൾ ഐ ഹാഡ് ദ കൺഫ്യൂഷൻ, ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് ഇപ്പോൾ ഇവിടെ എന്താ, എന്തുകൊണ്ടെന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫൈനലി ഒരു ട്വിസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് നൈസ്. അപ്പോൾ മൂവി കാണാൻ താല്പര്യമുള്ളവരൊക്കെ മൂവി കണ്ടോളൂ, സൂക്ഷ്മദർശിനി. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. കമൻറ്റ് ചെയ്യൂ, ഷെയർ മൈ വീഡിയോസ്, ബെല്ലൈക്കൺ അമർത്തി വയ്ക്കൂ. So more interesting videos are coming up. See you in the next video. Bye bye.